ഇറ്റ്സ് സാറ്റർഡേ ഈവനിങ്. അപ്പോൾ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ടീച്ചേഴ്സ് ആതിര ടീച്ചറുടെ വീട്ടിലെ കൊലു വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പോകണം. അപ്പോൾ കുറച്ച് ടീച്ചേഴ്സ് ഓൾറെഡി ഓട്ടോയിൽ പോയിരുന്നു. ഞങ്ങൾ 3 പേരാണ് 2 വീലറിൽ പോകാമെന്ന് വെച്ച് പോയത്. പക്ഷെ വഴി അറിയാത്തതുകൊണ്ട് കുറച്ചൊന്ന് ചുറ്റേണ്ടി വന്നു. ദെൻ കറക്റ്റായിട്ട് എത്തി. അപ്പോൾ അകത്തോട്ട് കയറിയതും നല്ല അടിപൊളിയായിട്ട് കൊലു വെച്ചിരുന്നു. പിന്നെ അകത്ത് കയറിയതും എല്ലാവരും ഫോണെടുത്ത് പിടിച്ച് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. ഞാനും അതേ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പാട്ട് പാടാനും ഡാൻസ് ചെയ്യലൊക്കെ വേണമായിരുന്നു. അപ്പോൾ ആര് പാട്ട് പാടുമെന്നാണ് ആദ്യം ആലോചിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ അനിതക്കുട്ടി നല്ല സൂപ്പറായിട്ട് പാട്ട് പാടും. ആക്ച്വലി അനിക്കുട്ടിയുടെ പാട്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് ഓഡിയോ ആക്കാനായിട്ട് എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിതിലത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോഴേക്കും തന്നെ ഞങ്ങളുടെ പ്രസാദം എത്തി. അപ്പോൾ എല്ലാവരും വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോകാമെന്ന് വെച്ച് ബാഗിൽ വെച്ച് ഞാനത് അവിടെ നിന്ന് തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ്. അങ്ങനെ ആ പരിപാടിയും കൂടെ കഴിഞ്ഞതിന് ശേഷം ആതിര ടീച്ചറുടെ വളകളുടെ കളക്ഷൻ കണ്ട് ഞങ്ങൾ കണ്ണ് തള്ളിപ്പോയി. പ്രത്യേകിച്ച് എൻ്റെ. ഓൾറെഡി എനിക്കറിയാം ടീച്ചർക്ക് നിറയെ കളക്ഷൻസ് ഉണ്ടെന്ന്. ടീച്ചറുടെ അടുത്ത് തന്നെയാണ് ഞാൻ റെയിൻ ഡ്രോപ്പ് ബാംഗിൾസ് വാങ്ങിയതും. പക്ഷേ ഇന്ന് അതങ്ങനെ ഒരുമിച്ച് കണ്ടപ്പോൾ സൂപ്പറായിരുന്നു. ദെൻ ഞങ്ങൾ ബൈ പറഞ്ഞ് ഓരോരുത്തരായിട്ട് ഇറങ്ങി.